ഞാനിപ്പോ എവിടുന്ന കറേജ് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊന്നും ഉത്തരമില്ല. എന്റെ ലൈഫ് എന്നെ അങ്ങനെ കൊണ്ടുപോയതാണ്. കാരണം എനിക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റുമായിരുന്നില്ല. വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്റെ ലൈഫിലുണ്ടായി. അത് ഞാൻ അപ്പൊ തന്നെ ഞാൻ കംപ്ലൈന്റ് ചെയ്തു. അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേൾക്കേണ്ടി വന്നു. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് വരെ ഞാൻ കേൾക്കേണ്ടി വന്നു. സോ അതൊക്കെയെന്ന് വെച്ചാൽ ഭയങ്കര, ഒരാൾക്കും ഇതൊന്നും ഉണ്ടാവരുത്. അതായത് നമ്മുടെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടായി നമ്മൾ എഴുന്നേക്കാൻ നോക്കുമ്പോൾ പിന്നെയും അടിച്ച് താഴെ ഇടുകയാണ്. അത് ഭയങ്കര ആ ഒരു സമയം എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഇപ്പം എനിക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ എങ്ങനെ അത് ഓവർകം ചെയ്തത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിപ്പോഴും അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ അത് ഒരാൾക്ക് ഞാൻ ഓക്കെ ഇങ്ങനെ ചെയ്താൽ നിങ്ങളത് ഓക്കെ ആയിരിക്കും എന്ന് എനിക്ക് പറയാൻ അറിയില്ല. അത് ഓരോരുത്തരുടെ ലൈഫിലും എനിക്ക് തോന്നുന്നു അവർ ഓരോരുത്തർ അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസസ് വരുമ്പോൾ നമ്മൾ തനിയെ പഠിക്കുന്നതാണ്. അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഞാൻ തന്നെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. അല്ലാതെ ഞാൻ ഇനി കോടതിയിൽ പോലും എനിക്ക് വേറെ നിങ്ങൾ പൊക്കോളൂ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, എനിക്ക് മാത്രമല്ല ലോകത്ത് ഇൻജസ്റ്റിസ് നടക്കുന്നത്, എനിക്ക് മാത്രമല്ല ട്രാജഡി നടക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന എൻ്റെ അടുത്ത് അജിത് സർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. 30 വയസ്സ് വരെ ഉള്ള ജീവിതം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. 30 വയസ്സ് കഴിഞ്ഞാൽ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എന്താ ചെയ്യാം, അല്ലെങ്കിൽ ഇത് എന്ത് ലൈഫാണെന്ന് നമുക്ക് ചിന്തിക്കുന്ന ഒരു ഏജ് ആയിരിക്കും 30 തൊട്ടിട്ട് എന്ന് എൻ്റെ അടുത്ത് അജിത് സാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ആണ്. പക്ഷെ നമ്മൾ 20s നമുക്ക് പ്രോബ്ലംസ് ഉണ്ടാവും, ടീനേജിൽ പ്രോബ്ലം. പക്ഷെ അതൊക്കെ മേ ബി ഒരു പ്രേമം നടന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ അതൊക്കെ ആയിരിക്കും. ഇപ്പൊ എനിക്കറിയാം, പണ്ട് ഈ പറഞ്ഞ പോലെ ഒരു വട്ടം കൂടിയൻ മറ്റേ വിദ്യാലയത്തിൽ പോവാന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലായിരുന്നു. ആ സമയത്ത് ഞാനിത് കേൾക്കുമ്പോൾ എനിക്ക് ഇതാരാണ് ഈ മനുഷ്യൻ സ്കൂളിലേക്ക് പോകാൻ പിന്നെ ആഗ്രഹിക്കുന്ന ആള്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഭ്രാന്താണ് അങ്ങേർക്ക് പിന്നെ സ്കൂളിൽ പോയ ഒരു വട്ടം കൂടി പോയി പഠിക്കാൻ എന്ന് ഞാൻ ആലോചിച്ചു. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിക്കും, ഞാൻ കേടുന്നൊക്കെ സ്കൂളിൽ പോവാന്നൊക്കെ പറഞ്ഞാൽ എന്റെ അമ്മോ എന്നൊക്കെ. പക്ഷെ ഇപ്പൊ അതെനിക്കറിയാം, ഇതുകൊണ്ടാണ് സ്കൂള് മതി എന്ന് പറയുന്നത്. ശരിയാണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ അന്നത്തെ പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ വലുതായിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ ഒന്നും ആയിരുന്നില്ല നമ്മൾ റിയലൈസ് ചെയ്യുന്ന സംഭവം ശരിക്കും സ്കൂൾ ഡേയ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ലൈഫിൽ ഓരോ കാര്യങ്ങളും, ഇപ്പൊ എൻ്റെ അച്ഛൻ മരിച്ചതായിക്കോട്ടെ, അല്ലെങ്കിൽ ഇതായിക്കോട്ടെ, ബാക്ക് ടു ബാക്ക് ഓരോ പ്രോബ്ലംസ്. ഞാൻ വരും ദൈവമേ, നമുക്കൊരു പേടി വരും ജീവിക്കാൻ. നാളെ എന്താ, ഇനി അത് കഴിഞ്ഞെന്താ, ഇതുകൂടി കഴിഞ്ഞോ, അതോ ഇനി എനിക്ക് വല്ലതും ഉണ്ടോ, അത് ഇനിയും നമ്മൾ പ്രശ്നം ഫേസ് ചെയ്യണോ, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആയിരിക്കും. ഈ ഒരു സ്ട്രഗിൾ ഉണ്ടല്ലോ, ഒരു ഓൺ ആൻഡ് ഓഫ് ആവുന്ന ഒരു ഗ്രാഫ്. ഒന്ന് ഓക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സംഭവിക്കും, നമ്മൾ പിന്നെയും ഇതെന്താ ഇങ്ങനെ. അപ്പൊ നമ്മളൊരു ഈസി എക്സിറ്റിനെ പറ്റി നമ്മൾ ആലോചിക്കും, എന്തിനാ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കണേ, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മുടെ കുറെ കമ്മിറ്റ്മെന്റ്സ്, നമ്മുടെ ഫാമിലി, ഇതൊക്കെ